നമ്മുടെ പരീക്ഷയിലൊക്കെ വിജയിച്ചു കേട്ടോ, സന്തോഷമുണ്ട്. ഹം അപ്നെ അപ്നെ പരീക്ഷ മേ ജീത് ഗയ്, ജീത് ഗയ്. ഹം അപ്നെ പരീക്ഷ മേ ജീത് ഗയ്. നമ്മുടെ പരീക്ഷകളിലൊക്കെയും വിജയിച്ചു എന്ന് പറയാൻ ജീത് ഗയ്. ആപ് നഹി ജീത് ഗയ്, നിങ്ങൾ വിജയിച്ചില്ലേ. അതായത് ലേഡീസിനെ കുറിച്ച് പറയുമ്പോൾ ജീത് ഗയ്, മേരി ബേട്ടി അപ്ന പരീക്ഷ മേ ജീത് ഗയ്. എക്സാം था उन एग्ज़ाम में वो जीत गई, അവളുടെ പരീക്ഷയിൽ വിജയിച്ചു. അപ്പോൾ ജീത് ഗയ എന്ന് പറഞ്ഞാൽ വിജയിച്ചു എന്നാണ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ വിജയിച്ചു എന്നാണ്. എന്നാൽ പരാജയപ്പെട്ടത് ഹാർ ഗയ. ഹർ വക്ത് ഹാർത്തെ ഹേ, ഹർ വക്ത് ഹാർത്തെ ഹേ, എല്ലാ സമയത്തും പരാജയപ്പെടുകയാണ്. देखो आप जितना मेहनत करते हैं ना तब आप जीत जाते हैं. നിങ്ങൾ വിജയിക്കുന്നതാണ്. ജൈസ ആപ് മെഹനത്തെ ഉസ് തറാ ഹേ, ആപ് എങ്ങനെയാണോ നിങ്ങൾ അധ്വാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിജയിക്കും. ജബ് ആപ്കോ നഹി ഹേ അബ് ക്യാ ഹോ ജായേഗാ, ആപ് ഹാറേംഗെ, ഹർ ജായെങ്കെ. ഹർ ജായെങ്കെ എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടു. ഹർ ഗയ എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടു. ഈ ആദ്മി ഇപ്പോൾ ബാക്കിലേക്ക് മടങ്ങി എന്നുള്ളതിന് പീച്ചെ ഹർ ഗയ എന്ന് പറയും. वो आदमी जाते वक्त वो फौज से पीछे हार गया, ടീമിൽ നിന്ന് അവൻ ബാക്കിലേക്ക് പോയി എന്നൊക്കെ ഹാർ ഗയ. അപ്പോൾ ഇവിടെ വിജയിച്ചു എന്നതിന് ജീത് ഗയ എന്നും, അത് ലേഡീസിനെ കുറിച്ച് പറയുമ്പോൾ ജീത് ഗയി എന്നും, പിന്നെ പരാജയപ്പെട്ട ഹർ ഗയ, ഹർ ഗയി ഇങ്ങനെ പറയും. ഓക്കെ, ഹർ ഹർ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അതല്ല, ഇത് ഹാർ എന്നാണ്. ഹാർ ഗയി ഇത് നമ്മൾ സാധാരണക്കാർ പറയുന്ന വാക്കാണ്. ദേഖോ നാ ആപ് മെഹനത് കറോ, आप मेहनत करो, हर नहीं जाएगा, नहीं हार जाएगा, നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല. ഓക്കെ, देखो आदमी जितना मेहनत किया है, बहुत अच्छा सोचाई से काम किया है, तो वो जीत गई, वो आदमी जीत गया. അയാൾ എന്ത് ചെയ്തു, വിജയിച്ചു പോയി. അപ്പോൾ ജീത് ജായെങ്കെ, ജീത് ഗയ വിജയിക്കുന്നു എന്നാണ്. അപ്പോൾ വിജയിക്കുക എന്നതിന് ജീത് ഗയ എന്നറിയും. പിന്നെ മറ്റൊരു സംഗതി കൂടി പറയാറുണ്ട്, കാമയാബ് ഹോങ്കെ, ആപ് കാമയാബ് ഹോ ജായെങ്കെ. आप अपना ज़िंदगी में कामयाब होने के लिए आप सही ज़िंदगी आप सेटअप करना है. നിങ്ങൾ നല്ലൊരു ജീവിതം സെറ്റാക്കിയാൽ മാത്രമാണ് നിങ്ങൾ എന്താവുള്ളൂ, വിജയിക്കുകയുള്ളൂ. അപ്പോൾ കാമയാബ് ഹോങ്കെ, നമ്മൾ പറയും അച്ഛാ കാം കറോ കാമയാബ് ഹോങ്കെ, നിങ്ങൾ നല്ലൊരു ചെയ്തു നിങ്ങൾ വിജയിക്കും. അപ്പോൾ കാമയാബ് ഹോ ഗയ, ജീത് ഗയ, ഹർ ഗയ, 3 വാക്കാണ് പഠിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഹിന്ദിക്കാർ സംസാരിക്കുന്ന വാക്കുകൾ കൃത്യമായും അറിയണോ. ഹിന്ദി യൂണിയൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. എല്ലാവിധ ആശംസകളും. ധന്യവാദം.